السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ലോക രാജ്യങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. രണ്ട് മതങ്ങളെ നൊന്ത് പ്രസവിക്കുകയും ദാഹം തീരാഞ്ഞ് വിശ്വോത്തരങ്ങളായ 3 മതങ്ങളെ കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്ത രാജ്യം. അനവധി നദികൾ കഴിവഴികളായി ഒഴുകി സാഗരത്തിൽ വന്നു ചേരുന്ന പോലെ ഇന്ത്യയാകുന്ന മഹാരാജ്യത്ത് വിശ്വോത്തരങ്ങളായ വിവിധ ദർശനങ്ങൾ പിറക്കുകയുണ്ടായി. സഹിഷ്ണുത മുഖമുദ്രയാക്കി മാറ്റിയ രാജ്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്കൊന്നിച്ച് ജീവിക്കാം എന്ന വസുദൈവ കുടുംബകം എന്ന സങ്കല്പം കാത്തുസൂക്ഷിച്ച രാജ്യം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെയും കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെയും കൾച്ചറൽ ടോളറൻസിന്റെയും നാട്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിൽ പങ്കെടുക്കവേ അദ്ദേഹം അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തത് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക എന്നായിരുന്നു. പ്രസംഗത്തിന്റെ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോക മതങ്ങളും ലോകദർശനങ്ങളും ഒന്നിച്ച് സമ്മേളിച്ച ഒരു സംഗമ ഭൂമി. ഈ രാജ്യം ഏറെ സഹിഷ്ണുതയോടുകൂടിയാണ് ഇവിടെ കഴിഞ്ഞുപോയത്. വട്ടമേശ മഹാസമ്മേളനത്തിൽ 1930കളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല ആളുകളും അവിടെ എത്തി. ഭാരതത്തിന്റെ ജ്വലിക്കുന്ന 2 കണ്ണുകളാണ് ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളും എന്നാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിലെ കണ്ണിലെ കരടുകളായിട്ടല്ല, മറിച്ച് ഈ രാജ്യത്തിലെ ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെപ്പോലെ, ഒരു ചരലിൽ കോർത്ത മുത്തുമണികളെപ്പോലെ വിശ്വസാഹോദര്യത്തിന്റെ നിദർശനങ്ങളായിട്ടാണ് ഈ രാജ്യത്തിലെ നമ്മൾ കഴിഞ്ഞുപോയത്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷ ഹൈന്ദവ സഹോദരങ്ങളും സമാധാനപ്രിയരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതരത്വ കാഴ്ചപ്പാടുള്ളവരുമാണ്. ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം ആളുകളും അതേ പ്രകാരം തന്നെ ചിന്തിക്കുന്നവരും അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യുന്നവരുമാണ്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ. ഒരു ന്യൂനപക്ഷമാണ് രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വീഴ്ത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത്. എത്ര തന്നെ പ്രകോപനങ്ങളും ഉണ്ടാക്കിയാലും മുസ്ലിങ്ങളെ തെരുവിലിറക്കി തല്ലണമെന്ന് വിചാരിച്ചാലും ആത്മസംയമനത്തിന്റെയും അങ്ങേയറ്റത്തെ ക്ഷമയുടെയും ഉന്നതമായ പാഠങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത ഫൈസലിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങൾ സ്വീകരിച്ചത് ഈ സമീപനമായിരുന്നു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രശംസിക്കുമാറ് മുസ്ലിങ്ങൾ അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയാണ് ആ രംഗത്ത് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി നമ്മളെല്ലാം വേദനിക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ചൂരിയിലെ പള്ളിയിലെ മുഅദ്ദിനെ അവിടെ ദാരുണമായി പള്ളിക്കുള്ളിൽ കടന്ന് ആക്രമിച്ചത്. അവിടെയും കേരളത്തിലെ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും മാതൃകയാകുമാറ് ക്ഷമയും ജനാധിപത്യപരമായ പ്രതിഷേധവുമാണ് അവിടെ ഉണ്ടാക്കിയത്. ഖുറാനും സുന്നത്തും ഈ വിഷയത്തിൽ എന്തൊരു ക്ഷമയുടെ പാഠമാണോ പഠിപ്പിക്കുന്നത് അത് സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവുകയായിരുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ്. സൗഹൃദവും സാഹോദര്യവും നിലനിൽക്കണമെന്നും സഹിഷ്ണുതയും സഹാനുഭൂതിയും എന്നും നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സന്യാസിമാരെയും യോഗീശ്വരന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്ന പൊതുവേദികൾ നമുക്ക് അനിവാര്യമായും ഉണ്ടാകേണ്ടതുണ്ട്. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. എങ്കിൽ ഏറ്റവും വലിയ ശത്രു നിന്റെ മിത്രമായി തീരുമെന്നാണ് ഖുറാനിലെ 41-ാം അധ്യായം 34-35 വചനങ്ങളിൽ പറയുന്നത്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, ഭൂമിയിൽ സമാധാനമുണ്ടായതിനു ശേഷം കലാപമുണ്ടാക്കരുത് എന്ന് ഖുറാൻ പറയുന്നു. കലാപം ഇല്ലായ്മ ചെയ്യുകയും സാഹോദര്യം ഊട്ടിയുറപ്പിക്കുകയും ഔ ഇസ്ലാഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുക എന്നതിനെ അള്ളാഹു ഏറെ പ്രശംസിക്കുന്നു. നാട്ടിൽ സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരെ അള്ളാഹു സഹായിക്കുമെന്നും അവർക്ക് മംഗളങ്ങളുണ്ടെന്നും പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലും നാം കാണുന്നു. നമ്മുടെ നാട്ടിലെ ഏത് കലാപ കാലുഷ്യ അന്തരീക്ഷങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ പക്വതയുള്ള നേതൃത്വം നമുക്കുണ്ടാകുമാറാകട്ടെ. അவ்விധം പ്രവർത്തിക്കുവാനും ഖുറാനിന്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും ഇതര മത സമൂഹങ്ങൾക്ക് മാതൃകയാകാനും നാം ശ്രമിക്കണം. സർവശക്തനായ റബ്ബ് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ്, നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.